ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരി ചാള ഉപ്പേരിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതിൻ്റെ ഡീറ്റെയിൽസെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ആദ്യമായിട്ട് ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്കതിലേക്ക് ഇങ്ങനെ ഇടാം. ഉള്ളി ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അതിലേക്ക് ചേർക്കാം. അതിനുശേഷം അതെല്ലാം കൂടി ഒന്നുകൂടി ഇതുപോലെ വഴറ്റി എടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിനകത്ത് ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചേർക്കാൻ പോവുകയാണ്. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചാള, അതായത് മത്തി, നമ്മളിതിനകത്തേക്ക് ചേർക്കുകയാണ്. അതെല്ലാം കൂടി ഒരുമിച്ച് ഇതിനൊന്ന് മിക്സ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കാരണം എന്താ പറയുക, ഇത് വെറുതെ ചോറിനകത്ത് കൂടി നമ്മൾ കൂടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയുണ്ടല്ലോ, അതിനകത്ത് ഇടാം. അതിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് അതൊന്ന് കവർ ചെയ്ത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് പാചകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങയും മീനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്നുകൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മാത്രം മതി നമുക്കൊരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം വേറൊന്നും ആവശ്യമില്ല. അടിപൊളിയായൊരു സാധനമാണിത്. ഇതിപ്പോൾ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അമ്മയും അനിയത്തിയും വൈഫും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ ഒന്ന് പാചകം ചെയ്തെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും വീഡിയോയിൽ വോയിസ് കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഡിഷിലേക്ക്, ഒരു പാത്രത്തിലേക്ക് ഞങ്ങൾ മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുത്തൻ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.